സച്ചിദാനന്ദന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വരുന്നുണ്ട്. CPMനെ വിമർശിച്ചാൽ കൊലപാതകമെന്ന് പരോക്ഷമായി പറഞ്ഞ് കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കെ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജയിൽ കഥകൾ പുരോഗമിക്കുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്ന് നോക്കാം എന്നുമാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ. 15 മിനിറ്റിനകം ഫേസ്ബുക്ക് പോസ്റ്റിൽ സച്ചിദാനന്ദൻ തിരുത്തൽ വരുത്തി. കൊലപാതകമെന്നത് അതിജീവിച്ചാൽ എന്നാക്കി മാറ്റുകയായിരുന്നു. ഇതിനിടെ ഇന്നലെ കെ സച്ചിദാനന്ദനെ കണ്ടത് വിവാദം അവസാനിപ്പിക്കാനല്ലെന്ന് വൈസ് പ്രസിഡന്റും എഴുത്തുകാരനുമായ അശോകൻ ചെരുവിൽ പറഞ്ഞു. MN കാരാശ്ശേരിക്കെതിരെയും അശോകൻ ചെരുവിൽ വിമർശനം ഉന്നയിച്ചു. അതിപ്പോൾ അങ്ങനെ ഒരു വിവാദം അവസാനിപ്പിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളവിടെ പോകുമ്പോൾ ആഗ്രഹിച്ചത് മാഷ് എന്താണ് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാം. അത് തന്നെയാണ് നമ്മളെപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ ചെയ്യാറ്. തുടർഭരണം വേണ്ടയോ തുടർഭരണം വേണ്ട എന്നുള്ളൊരു വാദഗതി അതിശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അത് തുടങ്ങി വെച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കാരശ്ശേരി മാഷാണ്, MN കാരശ്ശേരി മാഷാണ്. ഒരു അടിയുറച്ച കോൺഗ്രസ് അനുഭാവിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2021 അദ്ദേഹം ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചു. ആ ഭരണമാറ്റം ഒരു പക്ഷേ നടക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ഭരണമാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു ഫോർമുലയാണ്. അതായത് ഇടതുപക്ഷത്തിന് വേണ്ടി ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക. ഇപ്പോൾ വിവരങ്ങളുമായി അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അജ്മൽ, അദ്ദേഹം ഇട്ട പോസ്റ്റിൽ പിന്നീട് വരുത്തുന്ന തിരുത്തൽ ഉൾപ്പെടെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഉയർത്തിയ വിമർശനങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ അജ്മൽ? കഴിഞ്ഞ ദിവസമാണ് ഇടതുപക്ഷ സഹയാത്രികനും അതോടൊപ്പം തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനുമായിട്ടുള്ള കെ സച്ചിദാനന്ദൻ അദ്ദേഹം ഇടതുപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് തുടർഭരണം എന്നത് ഒരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നായിരുന്നു. ഇരു മുന്നണികളും മാറി മാറി ഭരണം നടത്തുക എന്നതാണ് ജനാധിപത്യത്തിന് എപ്പോഴും ഗുണകരമായ ഒരു വശമെന്നാണ് അദ്ദേഹം അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. അതിനെതിരെ പിന്നീട് പരക്കെ വിമർശനം ഇടതുപക്ഷത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാക്കൾ, എന്തിന് മന്ത്രിമാർ വരെ അദ്ദേഹത്തിനെതിരെ വിമർശിക്കുന്ന, അദ്ദേഹത്തോടെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ വിമർശിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനു പിന്നാലെ അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് സൈബർ കൂട്ടങ്ങൾക്ക് ഇടതു മാർക്സിസ്റ്റ് ചിന്തകർ പങ്കുവെക്കുന്ന തത്വചിന്തകർ പങ്കുവെച്ച കാര്യങ്ങളെ യഥാർത്ഥത്തിൽ ശരിയായ നിലയിൽ ആഴത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു. അത്തരത്തിൽ ആ പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുമുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് നടത്തിയിരുന്നത്. അതിന് പിന്നാലെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ഇദ്ദേഹത്തെ അശോകൻ ചെരുവിലിനെ പോലെയുള്ള മറ്റ് ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള എഴുത്തുകാരുമായി ചേർന്ന് ഇദ്ദേഹത്തെ അനുനയിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ആ സംസാരത്തിലും ആ അനുനയ ചർച്ചകൾക്കും പിന്നാലെ വീണ്ടും ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ഈ ജയിൽ കഥകൾ പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 3 എണ്ണമായി എന്നും, ജയിൽ കഥകൾ പുരോഗമിക്കുന്നു അവ 3 എണ്ണമായി എന്നും അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കൊല ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലെന്ന ഒരു ശക്തമായ പദപ്രയോഗം കൂടി അദ്ദേഹം അതിൽ നടത്തുന്നുണ്ട്. ആ പദപ്രയോഗത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹത്തെ CPMനെ വിമർശിച്ചാൽ കൊലപാതകമാണ്, അത് ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുക എന്ന ഒരു പരോക്ഷ വിമർശനമാണ് അതിൽ നിന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമാണ്. എന്നാൽ ആ വിമർശനത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്യം 15 മിനിറ്റിനകം തന്നെ അദ്ദേഹം പിൻവലിക്കുകയും ആ കൊല ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നുള്ള ഭാഗത്ത് അതിജീവിച്ചാൽ എന്നാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അപ്പോൾ എന്തായാലും സർക്കാരുമായോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനവുമായോ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം പറഞ്ഞ നിലപാടിൽ നിന്ന് ഒരു സന്ധിയിലേക്കില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ കാര്യത്തിൽ നിന്നുണ്ടാകുന്നത്. ഉമേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.